ചോദിക്കാൻ ആൾക്കാർ പറയും ഭയങ്കര ഇഷ്ടമാണ് സപ്പോർട്ട്. പക്ഷെ ഇത് വോട്ടായിട്ട് മാറുന്നത് നമുക്ക് ഒരു തരത്തിലും ഉറപ്പിക്കാൻ സാധിക്കും. ആൾക്കാർക്ക് ഇഷ്ടമാണ്. നമ്മൾ ആൾക്കാരെ ഹലോ ഹായ് നമസ്കാരം ചോദിച്ചോ. വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നില്ലേ റിയൽ റിയാലിറ്റി ഷോ പെർഫോമർ ആണ്. ഐ തിങ്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഒരു 1 year കഴിഞ്ഞു ഇപ്പൊ. എന്നിട്ടും ഇത് ഇത്തരം ഒരു അവാർഡ് അച്ചീവ്മെന്റ്സ് കിട്ടുക എന്നുള്ളത് ഭയങ്കര പ്രൗഡല്ലേ. പ്രത്യേകിച്ച് ജൂറി തിരഞ്ഞെടുക്കുകയും അത് ജനങ്ങളുടെ ആഗ്രഹത്തോടു കൂടി തന്നെ ഒരു അവാർഡ് കിട്ടുക പ്രൗഡ്. ഒരു സീസൺ കഴിഞ്ഞിട്ട് കൂടി ഇത് കിട്ടുമ്പം സന്തോഷമുണ്ട്. പലരും ചോദിച്ചപ്പം ഈ സീസൺ അല്ല നമ്മൾ കഴിഞ്ഞ വർഷം സീസണിന്റെ വിലയിരുത്തലല്ലേ ഈ വർഷം നടക്കുക. സന്തോഷമുണ്ട്. ഇറങ്ങാനുണ്ട്. എനിക്കൊരു ജിയോ ബേബി സാർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആശാനം ഡയറക്ട് ചെയ്തിട്ടുള്ള പലമ മൂവി ഇറങ്ങാനുണ്ട്. ഒരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു LLB മൂവി. കുറച്ച് കണ്ടിട്ടുണ്ടായിരിക്കും. സന്തോഷം. അത് വിത്ത് അറിയാലോ നമ്മൾ ഓഡിയൻസിന് സപ്പോർട്ടാണ്. സന്തോഷമുണ്ട്. ഉറപ്പായിട്ടും ഞാനത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പം എന്റെ സീസണിൽ ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ട്. നമ്മൾ എല്ലായിടത്തും പോയി കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഭയങ്കര ഇഷ്ടമാണ് സപ്പോർട്ട്. പക്ഷെ ഇത് വോട്ടായിട്ട് മാറുന്നത് നമുക്ക് ഒരു തരത്തിലും ഉറപ്പിക്കാൻ സാധിക്കും. ആൾക്കാർക്ക് ഇഷ്ടമാണ്. നമ്മൾ ആൾക്കാരുടെ മനസ്സിൽ സ്പേസ് കണ്ടുപിടിക്കുക എന്നുള്ള ഭയങ്കര കാര്യമാണ്. എന്തായാലും അങ്ങനെ ഒരു ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജനങ്ങളുടെ ഇഷ്ടം നേടിയെടുക്കുക എന്നുള്ളത് ഒരു വിന്നറെ പോലെ തന്നെ ഉള്ളൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പൊ അത് കിട്ടിയ ഒരാളാണ്. ഉറപ്പായിട്ടും അത് നമ്മൾ പറഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ട് പുറത്ത്. പക്ഷെ എനിക്ക് നോക്കുമ്പോൾ വോട്ടായിട്ട് വന്നില്ലെന്ന് കാണുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നൊരു ചിന്തയാണ്. പക്ഷെ അത് ഒരു തോന്നൽ മാത്രം. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇപ്പൊ എന്നോട് എല്ലാവരും പറയും നാദരെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾ വോട്ട് ഇതാകില്ലാണെന്ന് പറയും. അപ്പൊ തന്നെ മനസ്സിലാക്കാം അവർക്ക് പലരെയും ഇഷ്ടമുണ്ട്. പക്ഷെ അവർ വോട്ട് തന്നെ അവർക്ക് ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. മുൻപൊക്കെയാണ് സ്പ്ലിറ്റ്സ് 50 വോട്ട് വരുമ്പോൾ നമുക്ക് വീതിച്ചു കൊടുക്കാം. ഇപ്പൊ അതില്ലല്ലോ, ഒറ്റ വോട്ടല്ലേ ഒരു ദിവസമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു കാൽക്കുലേഷനിലായിരിക്കും ആൾക്കാർ അങ്ങനെ പറയുന്നത്. എനിക്കെല്ലാം വോട്ടിങ്ങിൽ സംശയം ഉള്ളതായിട്ട് ഇല്ല കേട്ടോ. എനിക്ക് ഭയങ്കര ജെന്യൂനാണ് തോന്നിയിട്ടുണ്ടത്. തരംഗോ മോശമായിട്ടുള്ള കാര്യങ്ങൾ പുള്ളിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പരാമർശം നടത്തിയിട്ടുണ്ട്. എക്സ്പീരിയൻസ് ബിഗ് ബോസിൽ എങ്ങനെയായിരുന്നു? അല്ല, ഞാൻ അഖിലിന്റെ പരാമർശങ്ങൾ ഫുള്ളും കണ്ടിട്ടില്ലാത്ത ഒരാളാണ്. സീരിയസ്ലി ഞാൻ ശ്രദ്ധിച്ചിട്ടുമില്ല. എനിക്ക് അങ്ങനത്തെ ഒരു മോശം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഓക്കെ. അപ്പം ബിഗ് ബോസിലോട്ട് ആൾക്കാർ എൻട്രി കിട്ടുന്നത് ജെന്യൂനായിട്ട് നമ്മളെ ടാലന്റ് വെച്ചാണ് കിട്ടുന്നത്. അങ്ങനെ അങ്ങനെയുള്ള ടാലന്റ് ഇന്ന് ബേസിക്കലി ഇതിന് ടാലന്റിന്റെ ആവശ്യമില്ല. ഈ റിയാലിറ്റി ഷോയ്ക്ക് ഒരു ടാലന്റ് നോക്കിയിട്ടല്ല ആൾക്കാരെ എടുക്കുക. വിവിധ മേഖലകൾ നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നത് നന്നായി സംസാരിക്കുന്ന ആളുകളെയാണ് എടുക്കണമെന്ന് ഒരു കരുതലുണ്ടായിരിക്കും. അതുമല്ല, നന്നായി സംസാരിക്കുന്നത് നിർബന്ധവും ഇല്ല. പല സ്വഭാവമുള്ള മനുഷ്യരെ ഒരുമിച്ച് ഒരു സ്ഥലത്തെത്തുമ്പോൾ അവരെങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിന് ടാലന്റ് ഒരു അടിസ്ഥാനമായിട്ട് ഞാൻ കരുതുന്നില്ല. ടാലന്റ് നോക്കിയിട്ടാണെങ്കിൽ റിയാലിറ്റി ഷോ ഇങ്ങനെ ഭംഗിയായിട്ട് പോകത്തുമില്ല. അഖില് പറഞ്ഞിരുന്നു നാദറയ്ക്ക് വെള്ളത്തിറങ്ങാൻ പേടിയുണ്ടായിരുന്നു, എന്നിട്ട് അങ്ങനെ ഒരു ഗെയിം വച്ചെന്ന് പറഞ്ഞു. എനിക്ക് വെള്ളം ഭയങ്കര ട്രിഗറാണ്. ഭയങ്കര പേടിയുള്ള ആൾ. അതെനിക്ക് എന്റെ കൂടെയുള്ള എല്ലാവർക്കും അറിയാം. എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. ചെറിയ പേടിയൊന്നും അല്ല, അത് ഭയങ്കര ട്രിഗർ അല്ല കേട്ടോ. എനിക്ക് പേടിയാണ്. നമുക്ക് ഒരു വട്ടം ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികം രണ്ടാമത് പേടി വരുമല്ലോ. അപ്പം അതിന് 1-2 കാര്യങ്ങളെന്ന് വെച്ചാൽ അഭിമാനം പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ബിഗ് ബോസിൽ എൻട്രി ആവുന്നതിന് മുമ്പ് ഒരു ഡോക്ടർ കൺസൾട്ടിംഗ് ഉണ്ട്. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഫുള്ളും അറിയുമെന്ന് പറയുന്നത് ശരിയാണോ? അറിയാം. ഉറപ്പായിട്ട് സൈക്കാട്രിക് നമ്മുടെ ഫിസിക്കലി ഉള്ള മെഡിക്കൽ ടെസ്റ്റുകൾ ഉണ്ട്. കൺസൾട്ടിങ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. അതറിയാം. നമ്മളത് വളരെ ചുരുങ്ങിയ സമയമില്ല. അതിനൊക്കെ ഒരു പരിമിതി ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് ഒരാളെ പൂർണ്ണമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഇല്ല, ഞാൻ എന്റെ ഓഡിഷൻ സമയത്ത് അറിഞ്ഞിട്ടില്ല. ഞാൻ പക്ഷെ ഓഡിഷൻ സമയത്ത് സംസാരിക്കുകയോ പറയുകയോ ഉണ്ടായിട്ടില്ല. അതുപോലെ സമയമൊന്നും ഇല്ലല്ലോ നമുക്ക്. പറഞ്ഞിരുന്നു, പലവട്ടം പറഞ്ഞിരുന്നു. അത് പറയാൻ കാര്യം ഞാനത് ചിന്തിക്കുമ്പോൾ മേ ബി അതാകാം. എങ്കിൽ പോലും അതൊരു ഞാൻ ഒരു വലിയ ലീഡിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 1-2 ഞാൻ ടിക്കറ്റ് ഫിനാലിൽ സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ 1ാം സ്ഥാനത്താണ്. കണ്ടിന്യൂസ് ഞാൻ അവസാനം വരെ 1ാം സ്ഥാനത്ത് നിന്ന ഒരാളാണ്. അപ്പം 1-2ലേക്ക് പോയോ 1ലേക്ക് വന്നോ അങ്ങനത്തെ ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ടും കൂടി ആകാം. എനിക്ക് കറക്റ്റ് എന്താ സംഭവം എനിക്കിപ്പോഴും അറിയാൻ അഖിലിന്റെ പ്രസ്താവന കേട്ടിട്ടില്ല. ഈ സംഭവം ആളുകൾ പറഞ്ഞൊരു കേൾവി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഞാനത് കണ്ടിട്ടുമില്ല. എങ്ങനെയാ. താങ്ക് യു അപ്പൊ സോ മച്ച്. ബൈ.